നമ്മുടെ പഴയിടം നമ്പൂതിരി യുവജനോത്സവ വേദിയിലേക്ക് വീണ്ടും വരാൻ പോകുന്നു, പിണക്കമെല്ലാം കഴിഞ്ഞു എന്നൊക്കെ പറയുന്നത്. അല്ല, പഴയിടത്തിന് പിണക്കം ഉണ്ടായിരുന്നോ? പഴയിടം പറഞ്ഞ് അദ്ദേഹത്തിന് മുറിവേറ്റു, അദ്ദേഹത്തിന് ഭയമാണെന്നാണ് പറഞ്ഞത്. കാരണം കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി സ്കൂൾ യുവജനോത്സവത്തിൽ വെജിറ്റേറിയൻ സദ്യ ഒരുക്കിക്കൊണ്ടിരുന്നത് പഴയിടമാണ്. കേരളത്തിലെ നോൺ വെജിറ്റേറിയൻ കൾച്ചറിനപ്പുറത്തേക്ക് വെജിറ്റേറിയനിസത്തിന് ഒരു വലിയ പ്രചാരണം കിട്ടാൻ പഴയിടത്തിൻ്റെ ഇടപെടലുകൾ സഹായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സദ്യ ഗംഭീര സദ്യയാണ്, തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പോൾ അത് ഒരു കുഴപ്പമില്ലാതെ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ പെട്ടെന്നൊരു വിവാദം ഉണ്ടാകുന്നു. ഒരു കാര്യമില്ല, ഒരാൾ വന്നിട്ട് പെട്ടെന്ന് പറയുകയാണ് ഇത് വെജിറ്റേറിയൻ സദ്യ എന്ന് പറയുന്നത് ബ്രാഹ്മണിസം തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമാണ്, എന്ന് പറഞ്ഞ് ഫാസിസത്തിലേക്ക് എത്തുകയാണ്. അതാരാണ് അങ്ങനെ ഒരാൾ എന്ന് പറയുന്നത്? അതറിയില്ല, അയ്യപ്പനറിയല്ലോ, നമ്മൾ പല പ്രാവശ്യം ചർച്ച ചെയ്തതാണ്. റിപ്പോർട്ടർ ടിവിയുടെ മാധ്യമപ്രവർത്തനായ ഡോക്ടർ അരുൺകുമാറിനെ കുറിച്ച് നമ്മൾ നമ്മുടെ ഫ്ലോറിൽ മുമ്പും ചർച്ച ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ വ്യക്തിപരമായി നമുക്ക് ഒരു പ്രശ്നമില്ല അദ്ദേഹത്തിൽ. പക്ഷേ അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾ കേരളത്തിലെ പൊതുസമൂഹത്തിന് ഗുണകരമാണോ എന്നതാണ് നമ്മൾ ചർച്ച ചെയ്തത്. അപ്പം ഈ വളരെ നിഷ്കളങ്കമായി വളരെ നല്ല രീതിയിൽ സർവരാലും ആദരിക്കപ്പെട്ട് പ്രശംസനീയമായി നടന്നിരുന്ന ഒന്നായിരുന്നു നമ്മുടെ സംസ്ഥാന സ്കൂൾ യുവജനോത്സവവുമായി ബന്ധപ്പെട്ടുള്ള ഊട്ടുപുരകൾ. അത് വളരെ പ്രശംസനീയമായിട്ടാണ് പഴയിടം ചെയ്തത്. പഴയിടം ഒടുവിൽ പറഞ്ഞത് ഇതൊരു വലിയ വിവാദമായി, ഇങ്ങനെ ബ്രാഹ്മണ മേധാവിത്യം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു കാര്യമാണ് നോൺ വെജിറ്റേറിയൻ ഒഴിവാക്കിയിട്ടുള്ള സദ്യ എന്ന് പറയുകയും ആ നോൺ വെജിറ്റേറിയൻ ഒഴിവാക്കുന്നത് കേരളത്തിലെ ന്യൂനപക്ഷങ്ങളുടെ വികാരങ്ങളെ മുറിപ്പെടുത്താനാണെന്ന് ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞു വെക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അതൊക്കെ ആവശ്യമില്ലാത്ത സംസാരം. അതെ, തീർച്ചയായിട്ടും. എന്തിനാണ് തീർച്ചയായും ഞാൻ പറയട്ടെ, അയ്യപ്പദാസ്, നമ്മൾ റോഡിലൊക്കെ ഇറങ്ങി നിൽക്കുമ്പോൾ ഒരുപാട് ആളുകൾ റോഡിലൂടെ സഞ്ചരിക്കുന്നുണ്ട്, നമ്മൾ ആരെയും ശ്രദ്ധിക്കാറില്ല. പക്ഷെ ചില ആളുകൾ വന്നിട്ട് മുണ്ടുരിഞ്ഞ് തലേ കെട്ടും, അല്ലെങ്കിൽ വെറുതെ ആളുകളെ ചീത്ത പറഞ്ഞിട്ട് പോകും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കും, ഇതേതാണ് ഇവൻ എന്ന് ശ്രദ്ധിക്കും. അപ്പോൾ അവരുടെ ലക്ഷ്യവും ഒരുപക്ഷെ രണ്ട് കാരണങ്ങളുണ്ടാവും. ഒന്ന് മാനസിക രോഗമായിരിക്കാം, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അറ്റൻഷൻ സീക്ക് ചെയ്യുക, ശ്രദ്ധ പിടിച്ചു കയറ്റുക എന്നുള്ളതായിരിക്കാം ലക്ഷ്യം. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് അരുൺകുമാറിന് ഭ്രാന്താണെന്നും പറയാൻ ഞാനാളല്ല, പക്ഷേ അദ്ദേഹം ഒരു അറ്റൻഷൻ സീക്കിംഗ് ആയിട്ടുള്ള ഒരു ക്രീച്ചർ എന്നാണ്. നമ്മൾ ഈ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഹോമോസാപ്പിയൻസ് ആണ്. ഹോമോസാപ്പിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പ്രൈമേറ്റ് എന്ന് പറയുന്ന ജന്തുവർഗത്തിൽപ്പെടുന്നവരാണ്. അപ്പോൾ നമ്മളും ബേസിക്കലി നമ്മൾ മൃഗങ്ങളാണ്. അപ്പോൾ അതുപോലത്തെ ഒരു മൃഗമാണ് മനുഷ്യനും. അത്തരം മൃഗഗണത്തിൽപ്പെടുന്ന ഒരാളാണ് നിങ്ങൾ. നമ്മൾ ശരിക്കും അല്ലല്ല, ഞാൻ ഉൾപ്പെടെ, ഞാനും അയ്യപ്പദാസും ഒക്കെ മൃഗങ്ങളാണ്. നമ്മൾ പ്രൈമേറ്റ് എന്ന് പറയുന്ന ജന്തു വിഭാഗത്തിൽപ്പെടുന്നവരാണ്. അതിൽ നിന്ന് ബൗദ്ധികമായും സാമൂഹികമായും എങ്ങനെ പെരുമാറുന്നു എന്നതിനനുസരിച്ച് നമുക്കൊരു മാനവിക തലമൊക്കെ ഉണ്ടാക്കി വരുന്നത്. അടിസ്ഥാനപരമായി നമ്മളൊക്കെ മൃഗമാണ്. ആ മൃഗീയ വാസനകൾ ചിലരിൽ ഇങ്ങനെ ഉറവ പൊട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഉറവ പൊട്ടുന്ന ചില ആളുകളുണ്ട്, അവർക്ക് എന്തു ചെയ്തും അവർക്ക് ശ്രദ്ധ പിടിച്ചു പറ്റുക. അതല്ലേ ഞാൻ മുമ്പൊരിക്കൽ നമ്മൾ പറഞ്ഞതുപോലെ, ഒരു മസാല ദോശ കഴിക്കുമ്പോൾ ഇന്ത്യൻ ഭരണഘടന പരാജയപ്പെടുന്നു. CAA കാര്യത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലുഷ്യവും വിദ്വേഷവും ഉണ്ടാക്കിയത് CAA പേരിൽ ഈ നാട്ടിലെ മുസ്ലിങ്ങളടക്കമുള്ള മുഴുവൻ ആളുകളെയും ഈ CAA നടപ്പാക്കുമ്പോൾ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കാൻ പോവുകയാണെന്നുള്ള വലിയ പ്രചാരം നടന്നു. ഈ പ്രചാരത്തിന്റെ പന്തം കൊളുത്തി മുന്നിൽ നിന്ന ആളാണ് അരുൺകുമാർ. PK ശ്രീമതിയൊക്കെ മുസ്ലിം സ്ത്രീകളെ വിളിച്ചു ചേർത്തിട്ട് നമ്മുടെ രാജ്യത്ത് ഈ നിയമം കൊണ്ടുവന്നാൽ നിങ്ങളെല്ലാം പാകിസ്ഥാനിലേക്ക് പോകേണ്ടി വരും, ബംഗ്ലാദേശിൽ പോകേണ്ടി വരും എന്ന് പ്രസംഗിക്കുന്ന ഒരു വീഡിയോ നമ്മളെല്ലാം കണ്ടിട്ടുണ്ട്. ആ വീഡിയോയുടെ സൈദ്ധാന്തികമായ ഒരു തലം അതിന് കൊടുത്ത് അതിനെതിരെ വ്യാജ പ്രചാരണം നടത്തിയ ആളാണ് അരുൺകുമാർ. ഒടുവിൽ ശ്രീജിത്ത് പണിക്കർ എന്ന് പറയുന്ന ഒരാളുമായി സംവാദം നടത്തി അതിൽ തോറ്റമ്പി പരാജയപ്പെട്ട് അദ്ദേഹം നാണം കെട്ടുപോയി. അദ്ദേഹത്തിന് മാത്രം മനസ്സിലായിട്ടില്ല. പിന്നീട് ഒരിക്കൽ എനിക്ക് വളരെ പോസിറ്റീവായിട്ട് തോന്നിയൊരു കാര്യം, പിന്നീട് ഒരിക്കൽ അദ്ദേഹം പറയുകയുണ്ടായി, CAA വന്നാൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളൊന്നും പുറത്തു പോകേണ്ടി വരത്തില്ല. CAA എന്ന് പറയുന്നത് ഇവിടുത്തെ ആരുടെ പൗരത്വം കളയാനുള്ള നിയമമല്ല എന്ന് കപിൽ സിബൽ പറഞ്ഞതുപോലെ അരുൺകുമാറിന് സമ്മതിക്കേണ്ടി വന്നു. അപ്പോൾ അത് പ്രശംസനീയമാണ്. ഒരിക്കൽ അദ്ദേഹത്തിന് തെറ്റുപറ്റിയെങ്കിൽ തിരുത്തിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ പഴയിടത്തിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. പഴയിടം ഇന്ന് രാവിലെ പറയുന്നത് കേട്ടു, രണ്ട് കാര്യങ്ങളാണ് എന്നോട് പറഞ്ഞത്. ഒന്ന്, ഞാൻ ബ്രാഹ്മണിക്കൽ ഹെജിമണി എന്ന് പറഞ്ഞു. പിന്നെയുള്ളത്, എനിക്ക് ഭയമായിരുന്നു, ഞാനിത് സ്വതന്ത്രമായി ഒരു വർഗീയ തലത്തിലേക്ക് എത്തി, വർഗീയ വിദ്വേഷത്തിന്റെ തലത്തിലേക്ക് എത്തി, അല്ലെങ്കിൽ ഒരു ചില മതത്തിൽപ്പെട്ട ആളുകളെ ഒഴിവാക്കുന്നു ഈ സദ്യയിലൂടെ എന്ന തരത്തിലേക്ക് എത്തിയപ്പോൾ പഴയിടം പറഞ്ഞു, എനിക്ക് പേടിയാണ്. കാരണം ഇത്രയും വലിയ 10,000-കണക്കിന് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം ഒരുക്കുന്നതിനകത്ത് ആരെങ്കിലും എന്തെങ്കിലും കാണിച്ചാൽ അത് പിന്നെ പഴയിടത്തെ തോൽപ്പിക്കാൻ വേണ്ടി വലിയ ദുരന്തമുണ്ടാവും. അതുകൊണ്ടാണ് അദ്ദേഹം ഭയന്ന്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഇന്ന് രാവിലെ പറഞ്ഞൊരു കാര്യമുണ്ട്, അങ്ങനെ പറഞ്ഞ ആളുകൾ എൻ്റെ വീട്ടിൽ വന്ന് മാപ്പ് പറഞ്ഞു എന്ന്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ചില ആളുകൾ കൊണ്ടാടുന്ന ഈ പറഞ്ഞ മാധ്യമ പ്രവർത്തകൻ
ഈ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി അദ്ദേഹം ചെയ്ത പ്രവൃത്തി ഏറ്റുപറഞ്ഞ് അദ്ദേഹം തിരുത്തി അദ്ദേഹത്തിന് തെറ്റുപറ്റി എന്ന് ബോധ്യപ്പെട്ടെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു റിപ്പോർട്ടർ ചാനലിൽ പഴയടത്തിനെ ഗ്ലോറിഫൈ ചെയ്ത് പഴയടം വീണ്ടും സദ്യ എടുക്കുന്നതിനെ പ്രശംസിച്ചുകൊണ്ട് അരുൺകുമാർ ഒരു പുതിയ സ്റ്റോറി ചെയ്യുമായിരിക്കും. സംശയമില്ലാത്ത കാര്യം ചെയ്യും. അങ്ങനെ ഇതെല്ലാം കാണിച്ചു വെച്ചിട്ട് പിന്നെ ഇതിന്റെ മീതെ അങ്ങനെ ചെയ്യുന്നതിൽ അദ്ദേഹത്തിന് യാതൊരു ഉളുപ്പുമില്ല. അല്ല, അത് അറിയില്ല, നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷേ വേറെ കാര്യമുണ്ട്, നമുക്ക് നമ്മൾ ഈ എറണാകുളത്ത് ഇപ്പോൾ നമ്മൾ എറണാകുളത്തിനാണ് സംസാരിക്കുന്നത്. എറണാകുളം നഗരത്തിലെ പ്രശസ്തമായ വെജിറ്റേറിയൻ ഹോട്ടലുകളിൽ വൈകിട്ടൊന്ന് പോയി നോക്കണം. ഇപ്പം അരുൺകുമാർ ആർക്ക് വേണ്ടി എന്ന വ്യാജേനയാണോ സംസാരിച്ചത്, ആ സമുദായത്തിൽപ്പെട്ട സ്ത്രീകളും പുരുഷന്മാരും തീർച്ചയായിട്ടും രാത്രി എറണാകുളത്തെ വെജിറ്റേറിയൻ ഹോട്ടലുകളിൽ വലിയ തോതിൽ വരുന്നവർ. ആ കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നും കാണാം, ഇന്ന് വൈകുന്നേരം പോയാലും കാണാം. ഭക്ഷണത്തിന് ജാതി മതമൊന്നുമില്ല, ഭക്ഷണത്തിന് ജാതി മതമൊന്നുമില്ല. എന്നാൽ പിന്നെ അരുൺകുമാർ പറയേണ്ടിയിരുന്നൊരു കാര്യമുണ്ട്. കാരണം അയ്യപ്പദാസിന്റെയും എന്റെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മളൊക്കെ ഏത് ഹോട്ടലിലും കയറും, എന്ത് ഭക്ഷണവും കഴിക്കും. എന്നാൽ ഇടക്കാലത്താണ് നമ്മുടെ ചില ഹോട്ടലുകളിൽ ഹലാൽ എന്നുള്ള ബോർഡ് വന്നത്. ഹലാൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അനുഗുണമായ അവരുടെ വിശ്വാസ പ്രമാണങ്ങളെ സാധൂകരിക്കുന്ന, സപ്പോർട്ട് ചെയ്യുന്ന ഭക്ഷണം വിളമ്പുന്ന സ്ഥലം ഒന്നാണ്. എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിൽ കൃത്യമായി മതം കൊണ്ടുവന്നത് ഹലാൽ വന്നതിന് ശേഷമാണ്. എന്നാൽ ഈ ഹലാലിനെ കുറിച്ച് ഒരു വാക്ക് ഈ മാന്യദേഹം പറഞ്ഞിട്ടില്ല. ശരിക്കും ആർക്കും, ഈ അരുൺകുമാർ പോലും അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് ഹലാൽ ബോർഡുകൾ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ കേരളത്തിൽ വളരെ പെട്ടെന്ന് വന്നിട്ടുള്ള ഒരു ജാതീയമായ മതപരമായ വിഭാഗീയതയുടെ ഭാഗമാണ് ഹലാൽ ബോർഡുകൾ വന്നത്. അത് ഹലാൽ ബോർഡുകൾ വന്നത് നമ്മുടെ ഒരു സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയൊക്കെ പ്രതീകത്തിൻ്റെ കടക്കൽ കത്തിവെക്കുന്നതാണെന്ന് പറയുമ്പോൾ ഒരു മതത്തിനെതിരാണെന്ന് പറയുന്ന ആളുകളുണ്ട്. അങ്ങനെയല്ല, ആലോചിച്ച് നോക്കൂ, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പർദ്ദ മൊത്തം മുടി നടക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ ഉണ്ട്. പക്ഷേ ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെയുള്ള ആളുകളുണ്ടായിരുന്നില്ല. കേരളത്തിലെ മുസ്ലിങ്ങളും കേരളത്തിലെ ക്രിസ്ത്യാനികളും കേരളത്തിലെ ഹിന്ദുക്കളും അവരുടെ പരമ്പരാഗതമായ വേഷം ചട്ടയും മുണ്ടും ധരിച്ചിട്ടുള്ള, നമ്മൾ മറിയക്കുട്ടി ചേർത്തി കാണുന്നുണ്ട്, അവർ ചട്ടയും മുണ്ടും ധരിച്ചിരിക്കുന്നത്. പക്ഷേ കേരളത്തിലെ ക്രിസ്ത്യൻ ഭവനങ്ങളിൽ പരമ്പരാഗത വേഷം അതായിരുന്നു. മുസ്ലിമുകളും ഈ പർദ്ദയൊന്നും ഇട്ടിരുന്നില്ല. അപ്പം നമ്മുടെ ഒരുപക്ഷെ ഞാൻ ഒരു ആഫ്റ്റർ എഫക്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പറയാതിരിക്കാൻ വയ്യ, ഒരുപക്ഷെ ബാബറി മസ്ജിദിൻ്റെ തകർച്ചയ്ക്ക് ശേഷമായിരിക്കാം മുസ്ലിം ഐഡന്റിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ കേരളത്തിൽ, എസ്പെഷ്യലി കേരളത്തിൽ ഉണ്ടായി വന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വന്നായിരിക്കും. അപ്പോൾ ഭക്ഷണത്തിൽ പോലും മതം കൊണ്ടുവന്ന നെയാണ് എതിർക്കാൻ അരുൺകുമാർ ശ്രമിക്കുന്നതെങ്കിൽ അരുൺകുമാർ ആദ്യം എതിർക്കേണ്ടിയിരുന്നത് ഹലാൽ എന്നുള്ള ബോർഡ് വെച്ച് നമ്മൾ ജാതീയമായ സാമുദായികമായ ഒരു വിഭജനം ഉണ്ടാക്കിയതിനായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ അദ്ദേഹം അതും ചെയ്യുന്നില്ല. അല്ല, ഇത് അരുൺകുമാർ വെറുതെ ഒന്ന് പറയാൻ വേണ്ടി, എന്തെങ്കിലും സംസാരിക്കാൻ വേണ്ടി സംസാരിച്ചായിക്കൂടെന്നില്ലേ? ശ്രദ്ധ തന്നിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു, അത് അങ്ങയുടെ സ്വഭാവമാണെന്ന് തോന്നുന്നത് ആയിരിക്കാം. ആ മുട്ട അടിച്ചിരിക്കുന്നത് പോലും അതുകൊണ്ടാണ്. അദ്ദേഹം തന്നിൽ നിന്ന് വ്യത്യസ്തനാവാൻ വേണ്ടി ഈ മുട്ട എന്നൊരു മുടി വളരാത്തതുകൊണ്ടായിരിക്കും. അല്ല, അദ്ദേഹത്തിന് തലയുടെ അകവും പുറവും ഒക്കെ ഒരുപോലെ ആയിരിക്കാം. അങ്ങനെയും വരാമല്ലോ. അങ്ങനെയില്ല, അദ്ദേഹത്തിന്റെ തലയ്ക്കകത്ത് നല്ല ആൾവാസമുള്ള ആളാണ്. പക്ഷെ ഐഡന്റിറ്റി തന്നെ ശ്രദ്ധിക്കണം. പക്ഷെ നല്ല ആൾ താമസമുള്ള ആൾ പെരുമാറേണ്ട പോലെയല്ല അദ്ദേഹം പെരുമാറുന്നത്. വിദ്വേഷം, വിഭാഗീയത ഒക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് നമ്മുടെ അനുഭവങ്ങൾ കാണുന്നത്. അല്ല, അദ്ദേഹം ടാലന്റഡ് ആണ്. ആ ടാലന്റ് എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. ഇത്തരം മണ്ടത്തരങ്ങൾ അദ്ദേഹം ഒരുപാട് മണ്ടത്തരങ്ങൾ എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ പറയുക, കേരളത്തിൽ വളരെ രസകരമായ ഒരു സംഭവം പറയാം. കേരളത്തിൽ ആളുകൾക്ക് ഒരു സാമൂഹിക അംഗീകാരം അല്ലെങ്കിൽ അവാർഡുകൾ, ബിരുദങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ കിട്ടണം, കൊണ്ടാടപ്പെടണം, വേദികൾ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ മതി. ഇപ്പോഴത്തെ കറണ്ട് പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ നിങ്ങൾ ഹമാസിന് അനുകൂലമായിട്ട് പറയൂ, നിങ്ങളെ കൊണ്ടാടാൻ ഏറ്റെടുക്കാൻ ആളുണ്ടാവും, നിങ്ങളെ കൊണ്ടാടാനും ഏറ്റെടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ നരേന്ദ്രമോദിക്കെതിരെ പറയോ, RSSനെതിരെ പറയോ, എന്തിന് നിങ്ങൾ ശബരിമല അയ്യപ്പനെതിരെ പറയോ, നിങ്ങൾ ഗുരുവായൂരപ്പനെതിരെ പറയോ, ഹിന്ദുക്കൾക്കെതിരെ പറയോ, നിങ്ങളെ ആഘോഷത്തോടെ കൊണ്ടു നടക്കാൻ. അപ്പൊ അങ്ങനെ ഒരു എതിര് പറയുന്ന, എന്ത് കാര്യത്തിലും തിരിച്ചു പറയുന്ന ഒരു വ്യക്തിയായി അങ്ങനെയല്ല. അദ്ദേഹത്തിന് ഒരു അജണ്ട സെറ്റ് ചെയ്യും. എന്തു പറഞ്ഞാൽ എന്നെ ആളുകൾ ഏറ്റെടുക്കും, എന്നെ ആളുകൾ കൊണ്ടാടും, എനിക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടും എന്ന് കരുതുന്ന കുറെ ആളുകൾ, പേരൊന്നും ഞാൻ പറയുന്നില്ല, അങ്ങനെ കുറെ ആളുകൾ നമ്മുടെ കേരളത്തിൽ. ആ ജനുസിൽപ്പെട്ട ഒരാളാണോ അരുൺകുമാർ എന്നുള്ള സംശയം എനിക്കുണ്ട്. കാരണം അത് സ്വാഭാവികമാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും കുടം കമഴ്ത്തി വെച്ച് വെള്ളം ഒഴിക്കുന്ന പോലെയാണ്. കഴിഞ്ഞ ദിവസം നമ്മളൊരു കാര്യം, ഒരു ചിത്രം കണ്ടു, വീഡിയോ കണ്ടു. അതായത് മുഖ്യമന്ത്രിയുടെ യാത്ര നടക്കുന്നു. ആ യാത്രയുടെ വേദിയിൽ ഒരു ചുവന്ന വർണ്ണക്കടലാസിലൊക്കെ പൊതിഞ്ഞ് ഒരു പുസ്തകമോ മറ്റോ അരുൺകുമാർ കൊണ്ട് മുഖ്യമന്ത്രി കൈമാറുന്നു. അദ്ദേഹം മുഖ്യമന്ത്രി നിൽക്കുമ്പോൾ അതിൻ്റെ പൊതി അഴിച്ച് അതൊന്ന് മുഖ്യമന്ത്രിയെ കാണാൻ ശ്രമിച്ചപ്പോൾ മുഖ്യമന്ത്രി അത് അഴിക്കാനൊന്നും നിൽക്കാതെ അത് മാറ്റിയെടുത്ത് പിന്നിൽ നിൽക്കുന്ന തല്ലുകാരായ സെക്യൂരിറ്റിക്കാരനെ കൊടുത്തിട്ട് നടന്നു പോകുന്നു. അദ്ദേഹത്തിന് വേണ്ടി നിരന്തരം വായ്പാട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന അരുൺകുമാറിൻ്റെ പുസ്തകത്തിൻ്റെ പൊതിക്കെട്ടഴിച്ച് അത് മുഖ്യമന്ത്രി ഒന്ന് ഉയർത്തി കാണിക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയോടെ ആയിരിക്കും അരുൺകുമാർ ചെന്നത്. അദ്ദേഹം യഥാർത്ഥത്തിൽ അപമാനിക്കപ്പെട്ടു പോയി എന്നാണ് എനിക്ക് തോന്നിയത്. ഒരു മാധ്യമപ്രവർത്തനോട്, ഇത്രയും മുതിർന്ന ഒരു മാധ്യമപ്രവർത്തനോട്, അതും നിരന്തരം ഈ സർക്കാരിന് വേണ്ടി ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന
നിൽക്കുന്ന CPM-ന്റെ ഔദ്യോഗിക ആളുകൾ പോലും ചെയ്യാത്ത തരത്തിലുള്ള പ്രചാരകനായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളെ മുഖ്യമന്ത്രി അപമാനിച്ചത് വളരെ എനിക്ക് കണ്ടിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടായി. കാരണം അദ്ദേഹം, നമ്മളൊക്കെ മാധ്യമ പ്രവർത്തകരല്ലേ, അദ്ദേഹത്തിന് കുറച്ചുകൂടെ ഒരു പരിഗണനയും അംഗീകാരമൊക്കെ മുഖ്യമന്ത്രി കൊടുക്കേണ്ടതായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ചില ആളുകൾ ഇങ്ങനെ ഈ സ്തുതി പാഠകരായി തുടരുന്നുണ്ടെങ്കിലും പക്ഷെ സ്തുതിക്കപ്പെടുന്ന ആളുകൾ ഇവരെ അഗണ്യ കോടിയിലാണ് പലപ്പോഴും പരിഗണിക്കുന്നത്. അത് മനസ്സിലാക്കുന്നില്ല. അത് മനസ്സിലാക്കുന്നില്ലെന്ന് അതും ഒരു അലങ്കാരമായിരിക്കും. അതും ഒരു അലങ്കാരമായിരിക്കും. അലങ്കാരമാണോ എന്നൊരു സംശയമുണ്ട്. കാര്യം ഇപ്പൊ മുഖ്യമന്ത്രി ഇങ്ങനെ ചെയ്തപ്പോഴത്തേക്കാണല്ലോ അങ്ങനെ മനസ്സിലാവില്ല. അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവില്ല. മുഖ്യമന്ത്രിക്ക് കൊടുക്കാൻ പറ്റി അതിന്റെ വീഡിയോ, അല്ലെങ്കിൽ അതിന്റെ വീഡിയോ ഒരുപക്ഷെ അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ പ്രചരിപ്പിക്കില്ലല്ലോ. അല്ല, എന്തായാലും അദ്ദേഹം അത് ചിലണ്ടല്ലോ, നമ്മൾ പറയില്ലേ ഈ ആലുകളുത്താൽ അതും തണൽ എന്ന് പറയുന്ന ആളുകൾ, അതും പറയുക മാത്രമല്ല ആലയിൽ വന്നിട്ട് കിളി കൂട് വെച്ചു എന്നും പറയും. അപ്പോൾ അങ്ങനെ പറയുന്ന ചില ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. പക്ഷേ ഇത്തരം നികൃഷ്ട ജീവികളാണ് പഴയിടത്തിനെ പോലെയുള്ള പാവപ്പെട്ട മനുഷ്യരെ കണ്ണീരണിയിക്കുകയും അദ്ദേഹത്തിന്റെ തൊഴിൽ ചെയ്യാൻ ഭയമുണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യം വരെ ഉണ്ടാക്കി വെച്ചത്. ഏതായാലും പഴയിടം തിരിച്ചു വന്നു. കേരളത്തിലെ കുട്ടികൾക്ക് നല്ല സദ്യ കൊടുക്കട്ടെ. ബിരിയാണി വിളമ്പാനുള്ള ശിവൻകുട്ടിയുടെ മോഹം ഈ വർഷവും സാധ്യതമാകാതെ ബീഫ് വേണമെന്ന് അദ്ദേഹം പറഞ്ഞു. അത് കൊടുക്കട്ടെ. അതിനുള്ള അദ്ദേഹത്തിന്റെ മോഹം എന്തായാലും ഈ വർഷം നടക്കുന്നില്ല. പഴയിടത്തിന്റെ സദ്യ കുഞ്ഞുങ്ങൾ കഴിക്കട്ടെ. അവർ ആരോഗ്യവാന്മാരായി മത്സരങ്ങളിൽ പങ്കെടുക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.